Hi guys, this video is completely for CA intermediate students. So costing marginal costing അതിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ. XY ലിമിറ്റഡ് മേക്സ് ടു പ്രൊഡക്ട്സ് X and Y whose respective fixed costs are F1 and F2. സോ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്, എക്സും വൈയും ഉണ്ട്. ദെൻ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും എക്സിൻ്റെത് F1 ഫിക്സ്ഡ് കോസ്റ്റ് F1, വൈൻ്റെത് F2 ആണ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് പറയുന്നത്. ദെൻ യു ആർ ഗിവൺ ദാറ്റ് ദ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ വെച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി വൈ ഈസ് നമുക്ക് 1/5 ലെസ് ദാൻ, അതായത് വൈൻ്റെ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/5 ലെസ് ദാൻ ദ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി എക്സിൻ്റെ യൂണിറ്റ് കോൺട്രിബ്യൂഷനേക്കാൾ 1/5 കുറവാണ്. ദാറ്റ് ദ ടോട്ടൽ ഓഫ് ദി F1 ആൻഡ് F2 ഈസ് നമുക്ക് 1,50,000. F1ൻ്റെയും F2ൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് 1,50,000 ആണെന്ന് തോന്നുന്നുണ്ട്. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഒരു വർക്കിംഗ് നോട്ടിലേക്ക് മാറ്റാണ്. സോ ഫസ്റ്റ് നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് പറയുന്നത്, സോ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. സോ എക്സിൻ്റെ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അതായത് യൂണിറ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് എ എന്ന് എടുക്കാം. ദെൻ വൈൻ്റെത് നമ്മൾ പറഞ്ഞു വൈൻ്റെ എന്ന് വെച്ചാൽ എക്സിനേക്കാൾ 1/5 കുറവാണ്. അപ്പോൾ അതായത് 1 - 1/5 1/5 എ, 1 - 1/5 എ ഈസ് ഈക്വൽ ടു 4/5 എ വരും. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദി എക്സ് എന്ന് പറയുന്നത് F1, വൈ എന്ന് പറയുന്നത് F2. നെക്സ്റ്റ് നമുക്ക് നമ്മൾ പറഞ്ഞ ടോട്ടൽ എന്ന് പറയുന്നത് 1,50,000 ആണ്. അതായത് രണ്ട് പേര് F1 + F2 എന്ന് പറയുന്നത് 1,50,000 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് F1 എന്ന് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, വൈൻ്റെ F2 എന്ന് പറയുന്നത് 1,50,000 മൈനസ് F1 എന്ന് പറയാം. 1,50,000 മൈനസ് F1 എന്ന് പറയാം. ഇനി so that the break even point of the X is 1,800 യൂണിറ്റ്സ്. അതായത് എക്സിൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത് 1,800 ആണ്. സോ ഫോർ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഓഫ് ദി എക്സിൻ്റെ ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ F2 ഈസ് നോട്ട് കൺസിഡർ. F2 വൈൻ്റെ ആണ്, അതുകൊണ്ട് കൺസിഡർ ചെയ്യുന്നില്ല. ആൻഡ് ദ 3,000 യൂണിറ്റ് ഈസ് അൺ ഇൻഡിഫറൻസ് പോയിൻറ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. 3,000 യൂണിറ്റ് ആണ് ഇൻഡിഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ മേക്സ് ഈക്വൽ പ്രോഫിറ്റ്. അതായത് 3,000 യൂണിറ്റിൽ എക്സും വൈയും ഈക്വൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. 3,000 അതായത് 3,000 യൂണിറ്റിൽ എക്സും വൈയും കൂടി ഈക്വൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. സോ കൺസിഡറിങ് ദെയർ റെസ്പെക്റ്റീവ് ഫിക്സ്ഡ് കോസ്റ്റും ദർ ഇസ് നോ ഇൻവെൻട്രി. നമുക്ക് ഇൻവെൻട്രി എന്ന് പറയുന്നില്ല, അതായത് നമുക്ക് സ്റ്റോക്കൊന്നും ഇല്ല എന്ന് പറയാണ്. ക്വസ്റ്റ്യൻ തന്നെ പറയുന്നുണ്ട് ബിൽഡപ്പ് ആസ് വാട്ട് എവർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഈസ് സോൾഡ്. എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അത്രയും സോൾഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമുക്ക് സ്റ്റോക്കൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. സോ റിക്വയർഡ് നമുക്ക് ക്വസ്റ്റ്യൻ ഇവിടെയാണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ, സോ ഫൈൻഡ് ഔട്ട് ദ F1 കാണണം, അതുപോലെ F2 കാണണം, F1ഉം F2ൻ്റെ വാല്യൂ കാണണം. ദെൻ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി എക്സ് ആൻഡ് വൈൻ്റെ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ കാണണം, അത് നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം. ഇപ്പോൾ രണ്ട് റിക്വയർമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഒന്നാമത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് F1 അതായത് F1ൻ്റെയും F2ൻ്റെയും വാല്യൂസ് കാണണം. രണ്ടാമത് നമുക്ക് യൂണിറ്റ് കോൺട്രിബ്യൂഷൻസ് കാണണം. സോ ഇതിൽ നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ, വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്ന് പറഞ്ഞാൽ, സോ പ്രോഫിറ്റ്സ് ആർ ഈക്വൽ. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പ്രോഫിറ്റ്സ് ഈക്വൽ ആണ്. 3,000 യൂണിറ്റ് എയിൽ 3,000 യൂണിറ്റിൽ പ്രോഫിറ്റ്സ് ഈക്വൽ ആണ്. സോ നമുക്ക് പറഞ്ഞു എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3,000 എ ആണ്. 3,000 എ എന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ്സ് ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ യൂണിറ്റ് നമുക്ക് 3,000 ആണ്. നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂണിറ്റ് കോൺട്രിബ്യൂഷൻ എ ആണ്. യൂണിറ്റ് കോൺട്രിബ്യൂഷൻ അതായത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എ ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ വെച്ചാൽ 3,000 ഇൻറ്റു എ ആണ്. അതേപോലെ തന്നെ വൈൻ്റെ നമുക്ക് പറഞ്ഞു 3,000 ഇൻറ്റു 4/5 എ. 3,000 ഇൻറ്റു 4/5 എ ആണ്. സോ അതായത് 2,400 എ ആണ്. 2,400 എ. നെക്സ്റ്റ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ്, അതായത് നമുക്ക് പറഞ്ഞു നമുക്ക് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്രോഫിറ്റ് ആണ്. സോ നമുക്കതിൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, നമുക്ക് പ്രോഫിറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ F1 ആയിരിക്കും നമുക്ക് എക്സിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വൈൻ്റെത് 1,50,000 മൈനസ് F1 ആണ്.
1,50,000 മൈനസ് F1. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്, ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് സോ 3,000A മൈനസ് F1, 3,000A മൈനസ് F1, ദെൻ 2,400A മൈനസ് 1,50,000 മൈനസ് F1. ദെൻ അതായത് നമ്മൾ പറഞ്ഞു എക്സിൻ്റെ പ്രോഫിറ്റും വൈൻ്റെ പ്രോഫിറ്റും ഈക്വലാണ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ 3,000A മൈനസ് F1 ഈസ് ഈക്വൽ ടു 2,400A മൈനസ് ദെൻ 1,50,000 മൈനസ് 1,50,000 ദെൻ മൈനസ് F1 മൈനസും പ്ലസ് F1. സോ 1,50,000 2,400A മൈനസ് 1,50,000 പ്ലസ് F1. സോ നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു വർക്കിംഗ് നോട്ടാണ്. വർക്കിംഗ് നോട്ട് നമ്പർ 3 വെച്ചാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് ദി എക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് ദി എക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ, നമുക്ക് യൂണിറ്റ്സിൽ പറയുന്നതാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ വാല്യൂവിൽ പറയുന്നതാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 1,800 ആണ്. നെക്സ്റ്റ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിന് നമുക്ക് A എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് A, അങ്ങനെ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ A. സോ അങ്ങനെയാണ് ഫിക്സ്ഡ് കോസ്റ്റ്. സോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസ് ഈക്വൽ ടു 1,800A. ഓക്കെ. സോ അതായത് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് F1 ആണ്, ഫിക്സ്ഡ് കോസ്റ്റ് F1 ആണ്, എക്സിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് F1 ആണ്. അപ്പോൾ അങ്ങനെയാണ് 1,800A ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി വർക്കിംഗ് നോട്ട് നമ്പർ 4ലേക്ക് വരുമ്പം സോ പുട്ട് വാല്യൂ ഓഫ് ദി F1, നമുക്ക് F1ൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കിട്ടി. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ പുട്ട് ചെയ്യണം. സോ 3,000A മൈനസ് 1,800A ഈസ് ഈക്വൽ ടു 2,400A മൈനസ് 1,50,000 പ്ലസ് 1,800A. അതായത് നമ്മൾ F1ൻ്റെ, അതായത് നമുക്കിവിടെ F1 ആയിരുന്നു. സോ ഇവിടെ F1 ആയിരുന്നു. F1ൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വാല്യൂ പുട്ട് ചെയ്തു. ഇവിടെ F1 ആയിരുന്നു, നമ്മൾ ആ ഒരു പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്തു 1,800A നമ്മൾ പുട്ട് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ 1,200A ഈസ് ഈക്വൽ ടു, അതായത് 3,000A മൈനസ് 1,800A ഈസ് ഈക്വൽ ടു 4,200A മൈനസ് 1,50,000. നെക്സ്റ്റ് 4,200 മൈനസ് 4,200A, അതായത് ഇതിങ്ങോട്ട് വരികയാണെങ്കിൽ 4,200A മൈനസ് 1,200A ഈസ് ഈക്വൽ ടു 1,50,000. സോ അങ്ങനെയാണ് 3,000A ഈസ് ഈക്വൽ ടു 1,50,000. സോ അങ്ങനെയാണ് A ഈസ് ഈക്വൽ ടു, സോ A ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1,50,000 ഡിവൈഡ് ബൈ 3,000, അതായത് 50. നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ദി എക്സിൻ്റെ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് 50 കിട്ടി. സോ ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ സോ ഇതാണ് ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സിൻ്റെ കേസിൽ നമുക്ക് 2 റിക്വയർമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. F1 F2 കാണണം, അതുപോലെ തന്നെ യൂണിറ്റ് കോൺട്രിബ്യൂഷൻസ്. സോ എക്സിൻ്റെ നമുക്ക് 50 നമ്മൾ ഓൾറെഡി കണ്ടെത്തി, 50 നമ്മൾ കിട്ടി. നെക്സ്റ്റ് വൈൻ്റെ നമ്മൾ പറഞ്ഞു 4/5A ആണ്. സോ അതായത് 4/A നമുക്ക് ഓൾറെഡി അറിയാം, 4/5 × 50 ഈസ് ഈക്വൽ ടു 40. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സ്ഡ് കോസ്റ്റ് F1 F2 നമ്മൾ കാൽക്കുലേഷൻ നടത്തണം. സോ നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 5ലേക്ക് വരുമ്പോൾ, സോ വർക്കിംഗ് നോട്ട് നമ്പർ 5 എന്ന് പറയുന്നത്, നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ദി F1ൻ്റെ കാൽക്കുലേഷനാണ്. അതായത് 3,000A മൈനസ്, നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷനാണ്. 3,000A മൈനസ് F1 ഈസ് ഈക്വൽ ടു 2,400A മൈനസ് 1,50,000 പ്ലസ് F1. സോ നമുക്ക് പുട്ട് വാല്യൂ ഓഫ് ദി F1, അതായത് A1, അതായത് എൻ്റെ വാല്യൂ 50 ആണല്ലോ. എൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലേക്ക് നമ്മൾ പുട്ട് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ 3,000 × 50 മൈനസ് F1 ഈസ് ഈക്വൽ ടു 2,400 × 50 മൈനസ് 1,50,000 പ്ലസ് F1. നെക്സ്റ്റ് നമുക്ക് 1,50,000 മൈനസ് F1 ഈസ് ഈക്വൽ ടു 1,20,000 മൈനസ് 1,50,000 പ്ലസ് F1. ഇതിന് 1,50,000 മൈനസ് ജസ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ ബേസിക് മാത്സ് ഉണ്ട്, നമ്മൾ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്ന അതേ മാത്സ് തന്നെ. സോ 1,50,000 മൈനസ് 1,20,000 പ്ലസ് 1,50,000 ഈസ് ഈക്വൽ ടു നമ്മൾ 2 F1നെ നമ്മൾ എന്ത് ചെയ്തു
ഒരേ സെയിം വേരിയബിൾ ആണല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 2F1. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ 1,50,000. സോ 1,80,000 ഈസ് ഈക്വൽ ടു 2F1. സോ അങ്ങനെയാണ് F1 ഈസ് ഈക്വൽ ടു 1,80,000 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 90,000 നമുക്ക് കിട്ടും. 90,000 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിലേക്ക് വരുമ്പം എൻ്റെ ഫിക്സ്ഡ് കോസ്റ്റിന് നമ്മൾ F1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 90,000 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ വർക്കിംഗ് നോട്ട് നമ്പർ 5 വരെ. ഇനി വൈൻ്റെ കേസിലേക്ക് വരുമ്പോൾ വൈൻ്റെ നമുക്ക് F2 ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് F2 ആണ് നമ്മൾ വൈൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. 1,50,000 ആണ് 1,50,000 ആണ് എക്സിൻ്റെയും വൈൻ്റെയും ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. മൈനസ് 90,000 എന്ന് പറയുന്നത് നമുക്ക് എക്സിൻ്റെ, അതായത് ഈ F1 നമ്മൾ മൈനസ് ചെയ്തതിനാൽ 40,000 നമുക്ക് കിട്ടും. 40,000. അപ്പോൾ ഇതാണ് ഈ രണ്ട് റിക്വയർമെൻറ്റ് നമ്മൾ പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മളിത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ലാസ്റ്റ് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ മറ്റ് ഇൻ്റർലുള്ള ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ താങ്ക് യു.